തിരുമേനി അങ്ങോട്ട് കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ് തോമസ് യു പി സ്കൂൾ ഇരവിനല്ലൂരാണ്. ഈ സ്കൂളിൻ്റെ 89ാമത് വാർഷിക ദിനാഘോഷവും യാത്രയയപ്പ് സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. നമ്മുടെ സ്കൂളിൻ്റെ 89ാമത് വാർഷിക ദിനാഘോഷവും നമ്മുടെ പ്രിയങ്കരായ എച്ച്.എം. സുജി ടീച്ചറിൻ്റെ യാത്രയയപ്പ് സമ്മേളനവും ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. വിശിഷ്ട അതിഥികൾക്ക് എല്ലാവർക്കും സ്റ്റേജിലേക്ക് സ്വാഗതം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി തയ്യാറായിട്ടുള്ള കുട്ടികൾ മുമ്പോട്ട് കടന്നു വരിക. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിറച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുക്കൾ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും മാതൃഭൂമിനായി ജീവൻ ത്യജിച്ചോരെ മാതൃകയായിട്ടംഗീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിന്നുണ്ട് ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിനു കാരണമായുള്ള തമ്പുരാനേ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ 89ാമത് വാർഷിക ദിനാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംയുക്തമായി നടക്കുന്ന ഈ വേദിയിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കടമ. സാധാരണഗതിയിൽ ഇന്ന് യാത്രയയപ്പ് സ്വീകരിക്കാനിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ എച്ച്.എം. ആണ് ഈ റോഡിലുള്ളത്. ടീച്ചർ ഇന്ന് നമ്മുടെ ഗസ്റ്റായിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ചുമതല എന്നിൽ വന്നു ചേർന്നിരിക്കുന്നതാണ്. സന്തോഷപൂർവ്വം തന്നെ ആ ചുമതലയിലേക്ക് കടക്കട്ടെ. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷയായിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരയായ PTA പ്രസിഡന്റ് ശ്രീമതി ജിഷ ജിലീഷാണ്. ജിഷ ജിലീഷ് കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ PTA സാരഥി തന്നെയാണ്. തൻ്റെ 2 മക്കളെയും ഈ സ്കൂളിൽ നൽകി. അങ്ങനെയാണ് നമുക്ക് 3+3 6 വർഷം ജിഷയുടെ ആ ഒരു സഹകരണങ്ങൾ ലഭിക്കാനിടയായത്. ഇവിടെ നമുക്ക് 2-3 മാവ് ഒക്കെ ഉണ്ടായിരുന്നു. നിറയെ ഇലകളാണ് നമ്മുടെ മുറ്റത്ത്. ഒരു ദിവസം ഞാൻ ആനിവേഴ്സറിയുടെ രാവിലെ ഇവിടെ വന്നപ്പം ജിഷ ഒരു ചൂലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. PTA പ്രസിഡന്റാണ്, അധ്യക്ഷ പ്രസംഗമുണ്ട്, ഇതൊക്കെ ഓർത്തു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ മുറ്റടിക്കുകയാണ്. അന്ന് ചപ്പുകളൊക്കെ അടിച്ചു വരിക. അപ്പോൾ അത് ആരും പറഞ്ഞിട്ടല്ല, വിഷയം ആരും ചൂല് കൊടുത്തതുമല്ല. അതൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് അതൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുക എന്ന് എനിക്കറിയത്തില്ല. വിഷയോടുള്ള സ്നേഹവും കടപ്പാടും എന്ത് തന്നെ ആയാലും ഇനിയും ഈ ഒരു വർഷം കൂടെ ആ മോൻ ഇവിടെ ഉള്ളൂ. അതിനുശേഷം വിഷ എഴുന്ന് രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ വെൽ വിഷറാണ്, നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. ഇനിയും
നമ്മൾക്ക് ജിഷയുടെ സഹായവും സഹകരണവും എല്ലാം ഒരു സാമ്പത്തിക കാര്യങ്ങളാണെങ്കിൽ പോലും ജിഷ ഒന്നും നോക്കുന്നില്ല, പേഴ്സണലി തരികയാണ് നമ്മുടെ കയ്യിലേക്ക്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ജിഷയോടുള്ള നന്ദിയും സ്നേഹവും നമുക്ക് വിലപ്പെട്ടതാണ്. ജിഷയെ ഏറ്റവും സ്നേഹപൂർവ്വം സെന്റ് തോമസ് കുടുംബത്തിന്റെ ഈ വാർഷികാഘോഷ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആദരവോടെ സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ MP കോർപ്പറേറ്റിന്റെ ചുമതലക്കാരനായിരിക്കുന്ന അഭിമന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടുകൂടി. തിരുമേനി ചാവെടുത്തതിന് ശേഷം MP കോർപ്പറേറ്റിന്റെ എല്ലാ സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ആ പിതാവ് ചെയ്തിട്ടുള്ളത്. തിരുമേനി ഇതിന്റെ ചുറ്റുപാടെല്ലാം നോക്കിക്കണ്ടു. ഈ സ്കൂളിൽ എന്തൊക്കെയാണ് ആവശ്യമെന്ന് മനസ്സിലാക്കി ഉടനടി ഇതിനു വേണ്ട നടപടികൾ ചെയ്യുകയാണ് തിരുമേനി ചെയ്തത്. ഏകദേശം 88 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ സ്കൂളിന് വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ്. നമുക്കൊരു ബസ് തന്നു. ഇനിയും പണികൾ ഏറെയുണ്ട്. അധ്യയനം നടക്കുന്നതിനാൽ കുട്ടികളുടെ പഠനവുമായി അതിനൊരു ഡിസ്റ്റർബൻസ് ആവും എന്നതിനാലാണ് ഈ പഠനമുള്ള സമയത്ത് ബാക്കി പണികളൊക്കെ ചെയ്യാത്തത്. വെക്കേഷൻ ടൈമിൽ മാത്രമാണ് കുറച്ച് പണികൾ ചെയ്യുന്നത്. ഇനി ഈ വെക്കേഷനും നിറയെ പണികൾ തിരുമേനിയുടെ മനസ്സിലുണ്ട്. തിരുമേനി അതാണ് രാവിലെ വന്നത് മുതൽ നമ്മളിവിടെ സ്വീകരണമൊക്കെ ഒരുക്കി വെച്ചെങ്കിലും തിരുമേനിയുടേതായ ആ ഒരു പ്രാഥമിക ഉത്തരവാദിത്തത്തിലാണ് ആദ്യം ഒരുക്കിയത്. ഗ്രൗണ്ടും ഇതിന്റെ ബാക്കി പണികളെല്ലാം നോക്കി കാണുകയായിരുന്നു. ഇനി പെയിന്റിങ്ങിന്റെ പണിയുണ്ട്. നമുക്ക് മനോഹരമായ ഒരു ഗ്രൗണ്ട് തരണമെന്ന് തിരുമേനി ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഉടനെ ഈ ഒരു വെക്കേഷൻ ടൈമിലായിരിക്കാം എല്ലാം നമുക്ക് കിട്ടുക. എന്ത് തന്നെയാണെങ്കിലും ഇനിയും നമ്മുടെ ഈ സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കുക എന്നാണ് തിരുമേനി പറഞ്ഞിരിക്കുന്നത്. മികവിന്റെ കേന്ദ്രമാക്കാനായി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന് ഇനിയും തന്നുകൊണ്ടിരിക്കുന്ന ആ വന്യ പിതാവിന് നമ്മുടെ ഈ സെന്റ് തോമസ് കുടുംബത്തിന്റെ എല്ലാവരുടെയും പേരിലുള്ള സ്നേഹം അറിയിക്കുന്നതോടൊപ്പം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ പ്രിയങ്കരിയായ HM സുജ ടീച്ചറിനാണ്. ഏറെ ശ്രദ്ധയോടും കരുതലോടും കൂടി നമ്മുടെ സ്കൂളിനെ സ്നേഹിക്കുന്ന ബഹുമാനിയായ HM ടീച്ചർ ഇപ്പൊ ഇവിടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ടീച്ചറിന്റെ മനസ്സ് മുഴുവൻ ഇപ്പൊ നമ്മളോടൊപ്പമാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെയാവും എല്ലാം എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ അതൊക്കെയാണ് ടീച്ചറുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. എപ്പോഴും ഏറ്റവും ഒരു സിംപ്ലിസിറ്റി ടീച്ചറിന്റെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും ലാളിത്യത്തിന്റെ ആ ഒരു നിലവിലാണ് ടീച്ചർ നിൽക്കുന്നത്. എത്ര ശ്രേഷ്ഠ പദവിയിലായാലും അത്രയും താഴ്മയോടുകൂടിയാണ് ടീച്ചറിന്റെ ഓരോ പ്രവർത്തനങ്ങളും. ഞങ്ങളെപ്പോഴും ടീച്ചറിനെ ശ്രദ്ധിച്ചിട്ടുള്ള പറയാം. ടീച്ചർ ഏറ്റവും ലാളിത്യത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് നമ്മളോട് ഇടപെടുന്നത്. ഏറെ സ്നേഹത്തോടും കരുതലോടും കൂടി ടീച്ചർ നമ്മളോടൊപ്പം വർദ്ധിക്കുമ്പോൾ 36 വർഷത്തെ സേവന പാരമ്പര്യമാണ് ടീച്ചറിനുള്ളത് അധ്യാപന രംഗത്ത്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഈ ഒരു ശ്രേഷ്ഠ പദവി, സമൂഹത്തിലെ ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുന്ന ഈ ഒരു ശ്രേഷ്ഠ പദവി 36 വർഷം അനുഗ്രഹത്തോടുകൂടി തന്നെ വർദ്ധിച്ച ടീച്ചറിനെ പറ്റി പറയുമ്പോൾ ടീച്ചറിന്റെ സാലിൻ സാറിനെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സാറിനെ നേരത്തെ തൊട്ട് അറിയുകയും സാറിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അടുത്ത് പരിചയപ്പെടുന്നത് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. കാരണം നമുക്കിവിടെ സൂസൻ ടീച്ചർ റിട്ടയർ ആയ ആ വേക്കൻസിയിൽ മാത്സിന് ടീച്ചർ എത്തിയില്ല. ജൂലൈ ലാസ്റ്റിലാണ് നമ്മുടെ അലീന ടീച്ചർ എത്തിച്ചേരുന്നത്. ആ അത്രയും 2 മാസം ഒരു സ്കൂളിന്റെ ഗണിതം മാത്സ് പോലുള്ള ഒരു മെയിൻ സബ്ജക്റ്റ് ഡിസ്റ്റർബ് ആവാൻ പാടില്ല. ടീച്ചറിന്റെ പരാതികൾ കേട്ടിട്ടാവാം സാർ ഇവിടെ കടന്നു വരികയും ക്ലാസ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ നമ്മുടെ 5, 6, 7 പാഠപുസ്തകങ്ങൾ സാർ കൊണ്ടുപോയി എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ടീച്ചറാണ് സാർ. ലെസൺ പ്ലാനൊക്കെ തയ്യാറാക്കി സാർ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഈ കോർണറിൽ 5ാം ക്ലാസ്സിൽ സാറ് പഠിപ്പിക്കുന്നത് ആ കോർണറിൽ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ കേൾക്കാം. അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത്. അത്ര ഒരു ശ്രേഷ്ഠനായ ഒരു അധ്യാപകന്റെ സഹധർമ്മിണിയായിരിക്കുക എന്നതാണ് ടീച്ചറിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുകയാണ്. ടീച്ചറിന് സാറിന്റെ കുടുംബത്തിലും തുടർന്നുള്ള ജീവിതത്തിലും എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെ സ്നേഹത്തോടുകൂടി ടീച്ചറിനെയും സാറിനെയും ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും നമുക്ക് സ്വാഗതം പറയേണ്ടത് നമ്മുടെ
അഡ്വക്കേറ്റ് റെജി സക്രിയ സാറാണ്. സാറിനെ നേരത്തെയൊക്കെ ഒരുപാട് കേട്ടിട്ടും പറഞ്ഞിട്ടുമുണ്ട്. സാറ് KURDFC ചെയർമാനാണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറാണ്. ഇതൊക്കെ സാറിന്റെ പദവികളാണ്. എങ്കിലും ഇത്രയും തിരക്കുള്ള ഈ സമയത്ത് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് എത്തിയതിന് വേറൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. സാർ നമ്മുടെ കുടുംബാംഗമായിരിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികൾക്ക് അറിയാമോ എന്നറിയില്ല, നമ്മുടെ അയിന ടീച്ചറിന്റെ പപ്പയാണ് സാർ, അഡ്വക്കേറ്റ് റെജി സക്രിയ. അപ്പോൾ സാറിന് തന്റെ മകളോടുള്ള ആ സ്നേഹവും കരുതലുമാണ് ഇന്നിവിടെ എത്താനുള്ള കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും സാറിനെ ഇനിയും സാറിന് നമ്മുടെ ഈ സ്കൂളിനോട് വെറും ഒരു സ്കൂൾ എന്നൊരു കടമയില്ല, തന്റെ കുടുംബമല്ലേ ഇത്. അപ്പോൾ സാറിന്റെ ആ സ്നേഹവും കരുതലും നമുക്ക് ഇനിയും ലഭിക്കും. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വിനയത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീ രജീഷ് ഹവിൽദാറാണ് കുട്ടിക്കാലത്ത്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 94-96 കാലഘട്ടത്തിൽ ഈ സ്കൂളിന്റെ വരാന്തയിലൂടെ ഓടി കളിച്ചൊരു കുട്ടി ഇന്ന് ഈ രാജ്യത്തിന്റെ തന്നെ കാവലാളായിരിക്കുകയാണ്. സാറ് കേരള പോലീസിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്ററിൽ ട്രെയിനറാണ്. കൂടാതെ വയനാട് ദുരന്തഭൂമിയിലും ചൂരൽമല ദുരന്തത്തിലും ഒക്കെ എല്ലാത്തിലും റെസ്ക്യൂ ടീമിലെ മെയിൻ ആളായിരുന്നു. നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഏറെ തിരക്കുകൾക്കിടയിലും ഞാൻ വിളിച്ച ഉടനെ തന്നെ അദ്ദേഹം വരാമെന്ന് സംഭവിച്ചു. ആ സ്നേഹമായപ്പോൾ അദ്ദേഹം അറിയാൻ പറ്റി. സാറുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്ന ഫോൺ നമ്പർ സേവ് ചെയ്തപ്പോൾ. എത്രയോ വലിയ ദൗത്യമാണ് സാറ് ചെയ്യുന്നത്, എത്രയോ വലിയ ജീവനുകളെയാണ് അദ്ദേഹം രക്ഷിക്കുന്നത്. നമുക്ക് ഏറെ അഭിമാനിക്കാം. നമ്മുടെ ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. ശ്രീ രജീഷ് സാറിന് സെന്റ് തോമസ് കുടുംബത്തിന്റെ എല്ലാ സ്നേഹവും അറിയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. നേരെ സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യുന്നു. ഇനിയും വേദിയിലുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. കുട്ടികൾ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പ്രിയപ്പെട്ട ഷിബു വർഗീസ് സാർ. പല പേരൻസിനും അദ്ദേഹത്തിന്റെ അമ്മയെ അറിയാം. ഇവിടെ ഈ സ്കൂളിലെ അമ്മയ്ക്ക് തുല്യമായി ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ, ഇവിടുത്തെ അമ്മയായിരുന്നു പല കുട്ടികളെയും. കെ ആലീസ് ടീച്ചർ. ആ ടീച്ചറിന്റെ വാത്സല്യ നിധിയായ മകൻ. അദ്ദേഹം MRFന്റെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന്റെ സംഘടനയും എത്തിയിട്ടുണ്ട്. അദ്ദേഹം വെറും കൈയോടെയല്ല ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളെല്ലാവരും പഠിക്കാൻ വേണ്ടി, നിങ്ങൾക്കൊരു പ്രോത്സാഹനം തരാൻ വേണ്ടി 1 ലക്ഷം രൂപയുടെ എൻഡോമെന്റ് ഏർപ്പെടുത്തിയാണ് അദ്ദേഹം ഇന്നിവിടെ കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ തന്റെ അമ്മയോടുള്ള ആ സ്നേഹം, ആദരവ് അറിയിച്ചുകൊണ്ടും ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ പാവനസ്ഥാനയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം നമ്മൾ വന്നിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തെയും സഹധർമ്മിണിയും ഏറ്റവും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ ബഹുമാന്യനായ കുഞ്ഞുവച്ച സാറാണ്. നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സ്നേഹക്കൂട്ടത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ഈ സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് മാനേജ്മെന്റിന്റെ സഹായങ്ങളൊന്നും ലഭിക്കാതിരുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്ന ഈ ഹാൾ ടൈലിംഗ് ചെയ്യുന്നതിനായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ പ്രസിഡന്റ് സാറ് പോലെയുള്ള 2-3 മഹൽ വ്യക്തിത്വങ്ങളോട് ചേർന്ന് ഫണ്ട് കളക്ട് ചെയ്യുകയും നമ്മുടെ സിസ്റ്റർ ടീച്ചർ എച്ചമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സ്കൂളിന്റെ ഒരു റൂം നന്നായിട്ട് ഫർണിഷ് ചെയ്തു തന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അപ്പം സമൂഹത്തിന്റെ ഏതിടങ്ങളിലാണെങ്കിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ശ്രേഷ്ഠ ഗുരുവാണ്. നമ്മുടെ ഏത് ആവശ്യങ്ങളിലും സാറിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. സാറിനെ ഏറ്റവും ആദരപൂർവ്വം സ്നേഹത്തോടെ സെന്റ് തോമസ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും സ്വാഗതം പറയാനുള്ളത് നമ്മുടെ കഴിഞ്ഞ വർഷം സ്കൂളിന്റെ അഭിമാനം ഉയർത്തിയ നമ്മുടെ ആദിത്യം, USS സ്കോളർഷിപ്പ് വിന്നറായ ആദിത്യനും കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും ഇന്ന് പല പരിപാടികൾക്കായിട്ട് ഒരുങ്ങിയിട്ടുള്ളവരാണ്. ശാന്തരായിരിക്കുന്നു. കുട്ടികളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ മാതാപിതാക്കളെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. PTA ഭാരവാഹികളുണ്ട്. ഇന്നലെ സ്കൂളിൽ ക്രമീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ജിഷയോടൊപ്പം ശ്രീ രവികുമാർ സാറുണ്ട്.
ജിൻസി, മനു, ഇവരൊക്കെ നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്നലെ തൊട്ടേ ഇവിടെ എല്ലാ കാര്യങ്ങളിലും കൂടെയുണ്ട്. PTA എല്ലാ ഭാരവാഹികളോടും സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ അജേഷ് ചേട്ടൻ, സുനി ചേച്ചി, സ്കൂൾ ബസ് ഡ്രൈവർ നിബിൻ, സന്ധ്യ ചേച്ചി, നമ്മുടെ എല്ലാ അധ്യാപകരും. നമുക്കറിയാം നമ്മുടെ ദീന ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി. ടീച്ചർ ശരിക്കും പഞ്ചറായി, തീർത്തും വയ്യാത്തൊരവസ്ഥയാണ്. എങ്കിലും ഇന്നും ടീച്ചർ ഇവിടെ ഇപ്പം നമ്മോടൊപ്പം ഉണ്ട്. ബാക്കി എല്ലാ അധ്യാപകരോടും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് സ്കൂളിൽ നിന്നും എത്തിയ ടീച്ചർമാരുണ്ട്. നമ്മുടെ വിജയശ്രീ ടീച്ചറുണ്ട്, മറ്റു ഒരുപാട് ടീച്ചർമാരെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, നല്ലവരായ നാട്ടുകാരുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹമായി സ്വാഗതം അറിയിക്കുകയാണ്. ഇന്ന് മീറ്റിംഗിൽ വരാൻ വേണ്ടി സംബന്ധിച്ചിട്ടുള്ളത് നമ്മുടെ കോട്ടയം ഈസ്റ്റിന്റെ BTC ആയിരിക്കുന്ന സലിൽ സാറാണ്. സാറിന് ഇന്നൊരു മരണം ആവശ്യമുള്ളതിനാൽ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. അസാന്നിധ്യത്തിലും സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ നമ്മുടെ വാർഡ് മെമ്പർ വിഷ്ണുവിന്റെ വലിയൊരു കുറവ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിനും ഒരു ആക്സിഡന്റ് കേസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് രാവിലെ വിളിച്ചു, വരില്ല, എപ്പോഴെങ്കിലും വന്നോളാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തിരക്കുകൾക്ക് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ബഹുമാനായ AO സാർ ഇവിടെ ഓടിയെത്തും. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ വേഗം കടന്നുപോയ ഒരു അധ്യയന വർഷമാണ്. നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കണം, എന്തൊക്കെ നേടിയെടുത്തു, ഇനി എന്തൊക്കെ നേട്ടങ്ങളാണ് ഉള്ളത്. എന്ത് തന്നെ ആയാലും ഒരു അക്കാഡമിക് ഇയറിലെ ഒരു തിരിഞ്ഞുനോട്ടമാണ് സ്കൂൾ ആനിവേഴ്സറി എന്ന് പറയുന്നത്. സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല. കിട്ടുന്ന അവസരങ്ങളൊക്കെ ശരിയായി വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. എത്രയോ കുഞ്ഞുങ്ങളാണ് ആഹാരത്തിനോ വിദ്യാഭ്യാസത്തിനോ വസ്ത്രത്തിനോ പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്നത്. നമ്മുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് നാം ഉയർന്നിട്ടുണ്ടോ? എല്ലാ കുട്ടികളും ചിന്തിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളായിരുന്നു എന്ന് പറയുന്നതിനെയാണ് ഞങ്ങൾ നിങ്ങളുടെ അധ്യാപകരായിരുന്നു എന്ന് പറയുന്നതാണ് ഇഷ്ടം. Thank you all. Once again, on behalf of all St. Thomas family, I'd like to welcome all of you. Once again, thank you all. സ്കൂൾ വാർഷിക റിപ്പോർട്ട്. 1936 സ്ഥാപിതമായ ഇരവിനല്ലൂർ സെന്റ് തോമസ് UP സ്കൂളിന്റെ 89ാമത് വാർഷിക ദിനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ അവസരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സ്കൂളിന്റെ സ്ഥാപകൻ കൊച്ചി മൂലയിൽ വന്ധ്യനായ റവറന്റ് ഫാദർ KM ഏലിയാസ് അച്ഛന്റെ ധന്യസ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടേ മധ്യവേനലവധി കഴിഞ്ഞ് 2024 ജൂൺ 3-ാം തീയതി പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പൽ വികാരി റവറന്റ് ഫാദർ ഫിലിപ്പോസ് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥനയോടെ അധ്യയന വർഷം ആരംഭിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സ്കൂൾ മാനേജർ അഭിവന്ദ്യ ഗബ്രിയൽ തിരുമേനിക്ക് ആദ്യം തന്നെ PTA-യുടെ വക എല്ലാവിധ ആദരവും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സൊജറ്റ് ടീച്ചർ മുഖ്യ സന്ദേശം നൽകാനെത്തിയ അഡ്വക്കേറ്റ് രജി സക്കറിയ സർ, ആശംസകൾ അർപ്പിക്കാനെത്തിയ ശ്രീ എബ്രഹാം വിലക്കോ സർ, ശ്രീ ഷിബോ വർഗീസ് സർ, വീരാസിന് എത്താമെന്നെത്തുന്ന ശ്രീ സലിം സർ, നമ്മുടെ നാടിൻ്റെ അഭിമാനവും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഹവിൽദാർ രജീഷ് KB, നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ വിഷ്ണുപ്രസാദ്, സ്നേഹക്കൂട്ടം പ്രസിഡന്റ് ശ്രീ കുഞ്ഞുകൊച്ചി സാർ, സ്കൂൾ ലീഡർ സഹാബിൻ അനീഷ്, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്കൂളിൻ്റെ 89ാമത് വാർഷികമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും എല്ലാവിധ സഹായവും നൽകുന്ന ആദരണീയനായ തിരുമേനിക്ക് ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസാണ്. തിരുമേനിയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്കൊരു നമസ്കാരം തരാമോ? നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ എനിക്കൊരു നമസ്കാരം തന്നെ. നമസ്തേ തന്നെ. നമസ്തേ. നമസ്തേ എങ്ങനെ പറയേണ്ടി? നമ എല്ലാവരും എഴുതിയല്ലേ? അതെ, നിങ്ങൾ വേണ്ട, കുഞ്ഞുങ്ങളായാലും നമസ്തേ എന്ന് പറഞ്ഞാൽ അർത്ഥം നിനക്ക് മുമ്പ് ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അർത്ഥം. നമിക്കുന്നു. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്നാണ് അർത്ഥം. നമിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നമിക്കുമോ? പിന്നെങ്ങനെ വേണം? തല കുനിച്ച് കൈകൂപ്പി തല കുനിക്കണം. ഉണ്ടോ? നമസ്തേ ഉണ്ടോ? ശരി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊന്ന് പിടിച്ച്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആ പല്ലെല്ലാം കൂടെ കാണിച്ച് നല്ലതുപോലെ ചിരിച്ച്, പല്ല് മുഴുവനും കാണണം. നല്ലതുപോലെ ചിരിച്ച് പല്ല് മുഴുവനും കാണിച്ച് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ്. ഓ ശരിയായില്ല. ഓ നല്ല പല്ലെല്ലാം കൂടെ കണ്ടൊന്ന് ചിരിക്കുക. പൊട്ടി ചിരിച്ച് കയറും. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണോ ഗുഡ് മോർണിംഗ്? തിരുമേനിയുടെ അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായ ശ്രീ റജി സക്കറിയ മുഖ്യ സന്ദേശം നൽകി. അതേ തുടർന്ന് ഉപകാര സമർപ്പണം, അതിനുശേഷം ആശംസകൾ. തുടർന്ന് ഈ സ്കൂളിലെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസുമായ ശ്രീമതി സുജ ജോൺ മറുപടി പ്രസംഗം നടത്തി. അതേ തുടർന്ന് സമ്മാനദാനവും എൻഡോവ്മെൻ്റ് വിതരണവും നടന്നു. ഈ യോഗത്തിൽ അധ്യാപികയായ ശ്രീമതി അലീന ഏലിയാസ് കൃതജ്ഞതയും അർപ്പിച്ച് യോഗ നടപടികൾ അവസാനിച്ചു. അതേ തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളാണ് അരങ്ങേറിയത്. കലാപരിപാടിക്ക് ശേഷം ശ്രീ കലാഭവൻ ജോഷി നയിക്കുന്ന ഗാനമേളയും ഉണ്ടായിരുന്നു. അതോടുകൂടി 89ാമത് വാർഷിക ദിനാഘോഷങ്ങൾക്ക് പര്യവസാനമായി.